നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രീമാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കും. നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറാൻ നമ്മുടെ ഈ മോതിര വിരലുണ്ടല്ലോ അത് വെച്ച് നല്ലൊരു മസാജ്. പിന്നെ കണ്ണിന് ചുറ്റും മാത്രമല്ല നമ്മുടെ മുഖത്ത് വരണ എന്താ പറയുക പാടുകളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി സ്കിന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ക്രീം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ചാൽ എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്രീം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കാറ് എന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രീം ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഈ ക്രീം എന്തിനാണെന്ന് വെച്ച് പറഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറ്റാൻ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ഈ ക്രീം വെച്ച് കണ്ണിന് ചുറ്റും ഒരു നമ്മുടെ മോതിര വിരലുണ്ടല്ലോ നടു ഫിംഗർ ഇത് വെച്ച് നല്ലൊരു മസാജ് അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ണിന് ചുറ്റും മാത്രമല്ല മുഖത്തും ഇടാം. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം കൂടിയാണ്. നമ്മുടെ മുഖത്തെ പാടുകൾ മാറാനും സ്കിൻ ഒരു ഗ്ലാസ് സ്കിന്നാവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് നമുക്ക് ആദ്യം ആവശ്യം ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിലെല്ലാം വാങ്ങാൻ കിട്ടും. ഇവിയോണ്ട് വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഓട്ടയാക്കിൻ്റെ നമുക്ക് വിറ്റാമിൻ ഇയുടെ ഒരെണ്ണം മതി. അപ്പോൾ വിറ്റാമിൻ ഇയുടെ ഒരെണ്ണത്തിന് നമുക്ക് ഇത്രയും കിട്ടും കേട്ടോ. മൊത്തം എടുത്തോണേ. ഇത്രയും ഓയിൽ ധാരാളമാണ്. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ അളവിൽ ഗ്ലിസറിൻ. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങാൻ കിട്ടും. അധിക വിലയൊന്നുമില്ല. 10-20 രൂപ കൊടുത്താൽ നമുക്ക് ഗ്ലിസറിൻ വാങ്ങാൻ കിട്ടും. സ്കിൻ മോയ്സ്ചറായി ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ സഹായിക്കും. സ്കിന്നിനൊരു തിളക്കം തരാൻ സഹായിക്കും. നമ്മുടെ മുഖത്ത് ഡ്രൈ ആയി എല്ലാവരും പറയില്ലേ മുഖം ഭയങ്കര ഡ്രൈ ആവണമെന്നത്, ആ ഡ്രൈനെസ്സൊക്കെ മാറ്റി മുഖം എപ്പോഴും ഒരു തിളക്കത്തോടെ ഇരിക്കാൻ ഒരു വെള്ളത്തിൻ്റെ അംശം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് ഗ്ലിസറിൻ. അപ്പോൾ ഗ്ലിസറിൻ നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതേ അളവിൽ തന്നെ ഗ്ലിസറിനും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് റോസ് വാട്ടറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് അളിച്ചെടുക്കുക. ഇതേ അളവിൽ തന്നെ റോസ് വാട്ടറും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര മതി. ഇതേ അളവിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഈ മൂന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം, അതേ അളവിൽ തന്നെ ഗ്ലിസറിൻ, അതേ അളവിൽ തന്നെ റോസ് വാട്ടർ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അലോവേര ജെല്ലാണ് ആവശ്യം. നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേര ജെല്ലുള്ളത് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ വേണിച്ചാലും കൊടുക്കുക. ഇന്നതെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വാങ്ങിയ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് പ്ലാന്റിലുള്ളതിനേക്കാളും. കാരണം ഇത് നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ സ്കിൻ ഒരു ഗ്ലാസ് സ്കിന്നാക്കാൻ ഈ ക്രീം നല്ലപോലെ സഹായിക്കും. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാക്കുക. ഇനി കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടി മാത്രമേ ഉള്ളൂ വെച്ചാലും നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ഓടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് ചുറ്റും കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാൻ എങ്ങനെ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ ക്രീം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. നമുക്ക് അലോവേര ജെല്ല് എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലാന്റിലുള്ളത് എടുക്കണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അല്ല നമ്മൾ വാങ്ങിയതാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കുക. കിടക്കണതിൻ്റെ മുമ്പും അതുമാതിരി തന്നെ രാവിലെ എണീച്ചിട്ടും നിങ്ങളിത് ചെയ്യുക. നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാവും എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാവും. ഗ്ലാസി സ്കിന്നാവും നല്ല. അതുപോലെ തന്നെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളാണ് ചിലവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വെച്ച് ഒരു മസാജ് കൊടുക്കുക. എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ഡപ്പയിലാക്കിയിട്ട് ഞാൻ പുറത്ത് തന്നെ വയ്ക്കുക. ഇതാ നമ്മുടെ മോതിര വിരലെടുക്കുക. ഞാൻ എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാമെന്നില്ലേ. വിരലിൽ കുറച്ച് ക്രീം എടുക്കുക. അതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ആക്കി കൊടുക്കുക.
അതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു മസാജ്. നമ്മൾ ഈ മോതിരവിരൽ കൊണ്ട് ചെയ്യണം പറയണത് വേറൊന്നുമല്ല, നമുക്ക് ബലം കുറവായിരിക്കും. നമ്മുടെ കണ്ണിനടി നല്ല സോഫ്റ്റാണ്. കണ്ണിനടിയിൽ നമ്മൾ എപ്പോഴും സോഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെ ഏത് വിരൽ വെച്ച് ചെയ്യുകയാണെങ്കിലും, നമ്മൾ ബലത്തിൽ ചെയ്യുകയാണെന്ന് വെച്ചാലും മെല്ലെ ചെയ്യുകയാണെങ്കിലും അവിടെ ഭയങ്കര ബലം വരും. അപ്പോൾ ഇവിടെ ഇത് വെച്ചാകുമ്പോൾ അത്രയ്ക്ക് വലിയ ബലം വരില്ല. നല്ല സോഫ്റ്റായിട്ട് നമ്മളൊരു മസാജ് കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷൻ കൂടും. അവിടുത്തെ ആ ഒരു എന്താ പറയുക ബ്ലാക്ക് കളറൊക്കെ മാറിക്കിട്ടും. ചുളിവുകളുണ്ടെച്ചാൽ അത് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണിന് ചുറ്റും ഇതുപോലെ ആദ്യം ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം കണ്ണിന് ചുറ്റും ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ നമ്മളൊരു മസാജ് കൊടുക്കുക. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മളൊരു 5-6 വട്ടം നമ്മളൊരു കണക്ക് വെച്ച് ദിവസവും നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ 2 കണ്ണിലും ഒരുപോലെ ചെയ്യുക. നമ്മളിപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ ക്ലോക്ക് വൈസും അതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ മസാജ് കൊടുത്തതിന് ശേഷം ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടിയാണ്. നമ്മുടെ മുഖത്ത് നല്ലൊരു മോയ്സ്ചറായിരിക്കാൻ സഹായിക്കും. മുഖത്ത് മൊത്തം തേച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. അലോവേര ജെല്ല് നമ്മൾ പ്ലാന്റിലുള്ളതാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക. അലച്ച് നിങ്ങൾ പുറത്ത് വെച്ച് ഉപയോഗിച്ചാൽ മതി. നല്ലൊരു മസാജ് കൊടുക്കുക. കാരണം നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട ഓയിലാണെങ്കിലും വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലിസറിൻ ആണെങ്കിലും നമ്മളൊരു മസാജ് കൊടുക്കുമ്പോൾ സ്കിന്നിന് നല്ലൊരു തിളക്കവും കൂടി നൽകാൻ സഹായിക്കുന്നതാണ്. എപ്പോൾ മസാജ് കൊടുക്കണം നമ്മൾ മുകളിലേക്കായിട്ട് സ്കിന്നൊന്ന് ഒരു പ്രായമാകുമ്പോൾ ചുളിവുകൾ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരും. അതൊക്കെ ഒന്നും നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഡെയിലി ഇതിങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കത് വരാതിരിക്കാനും വരണത് തടയാനും ഒക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു നല്ലൊരു മസാജും നമ്മൾ മുഖത്തൊരു ക്രീം തേച്ചിട്ടുണ്ടെന്ന് പോലും തോന്നാത്ത വിധത്തിൽ സ്കിന്നിലേക്ക് അത് വലിച്ചെടുത്ത് കഴിഞ്ഞു. ഇതേ ക്രീം നമുക്ക് കഴുത്തിലും തേക്കാം, കയ്യിലും കാലിലും ഒക്കെ തേക്കാം. നല്ല അടിപൊളിയാണ്. മോയ്സ്ചറായി രാവിലെ തേച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നല്ല മോയ്സ്ചറായിരിക്കും. ഇതിൻ്റെ മുകളിൽ ഒരു സൺസ്ക്രീനും കൂടി ഉപയോഗിക്കുക. നല്ല ചൂടാണ്. സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യത്തിൽ ഒരു മടിയും കാണിക്കരുത്. ഡെയിലി സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഉച്ചയ്ക്ക് മുഖം കഴുകണവരാണെന്ന് വെച്ചാൽ പിന്നെയും ഞങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇത് ക്രീം ഉപയോഗിച്ച് സൺസ്ക്രീൻ ഉപയോഗിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ക്രീം ഉപയോഗിച്ചാൽ മതി. സൺസ്ക്രീൻ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ ഒരു മാസം ഇത് ചെയ്യിപ്പിക്കുക തന്നെ നിങ്ങളുടെ സ്കിന്നിലെ മാറ്റം നിങ്ങൾ തന്നെ ഞെട്ടിക്കണതായിരിക്കും. അത്രയ്ക്ക് നല്ല മാറ്റമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ പോവും. മുഖത്ത് വരുന്ന പാടുകളൊക്കെ മെല്ലെ ആ ഡാർക്ക് കളറായി നിൽക്കണതിനെയൊക്കെ മെല്ലെ കുറച്ച് കൊണ്ടുവന്ന് ആ പാടുകളൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് അലോവേര ആണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തതെല്ലാം നമ്മുടെ സ്കിന്നിന് അത്രയും നല്ല അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെച്ചാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എപ്പോഴും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.